വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, പൗലോസിനെ പേര് ചൊല്ലി വിളിച്ച് സാവൂളിൽ നിന്ന് പൗലോസായിട്ട് മാറിയ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ അറിയുന്ന ഞങ്ങളിതാ കർത്താവെ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. എഴുന്നേറ്റ് സ്നാനം ചെയ്ത് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറയും. സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാനായിട്ട് പൗലോസിന് സാധിച്ചു. വലിയൊരു ദാനമാണ്. ആ ദാനം സ്വീകരിച്ചിരിക്കുക ഞങ്ങൾ ഓരോരുത്തരും അതനുസരിച്ച് ജീവിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിനെ വിളിച്ച കർത്താവെ, നീ ഞങ്ങളെ വിളിച്ചു എന്ന ബോധ്യം യഥാർത്ഥമായ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകളെയും ഓർത്തങ്ങേ നന്ദി അർപ്പിച്ചങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. മാനസാന്തരമില്ലാതെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും. അതുമൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കും. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന എല്ലാവരെയും ഇന്ന് തിരികെ കൊണ്ടുവരണമേ. പൗലോസ് മാനസാന്തരപ്പെട്ടതുപോലെ അങ്ങേക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവിധം അനുഗ്രഹം നൽകി ഇന്ന് അവരെ ഓരോരുത്തരെയും രക്ഷിച്ച് വീണ്ടെടുക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.